ഒരുപക്ഷെ വിജയിച്ചാൽ KN ബാലഗോപാലിന് പ്രതിപക്ഷ നേതാവാകാൻ സാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ ആ വിജയം അങ്ങനെ ഒരു മുന്നേറ്റം ഈ ഘട്ടത്തിലെങ്കിലും ആശ്വാസമാകുന്നുണ്ടാകാം. ചാണ്ടി ഉമ്മൻ ഇതാ 25,000 കടന്നു. ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിലെ മേൽക്കൈ ലീഡ് 25,000 പിന്നിട്ടിരിക്കുന്നു. മട്ടന്നൂരിൽ VK സനോജ് ഭൂരിപക്ഷം കുറയുന്നു, വെറും 309. കഴിഞ്ഞ തവണ KK ശൈലജ സംസ്ഥാനത്തെ റെക്കോർഡ് ഭൂരിപക്ഷം നേടി വിജയിച്ച മട്ടന്നൂരിലാണ് VK സനോജിനെ പോലെ ഒരു സ്ഥാനാർത്ഥി 309 വോട്ടിന് മാത്രം ലീഡ് ചെയ്യുന്ന സാഹചര്യം. മട്ടന്നൂരിലെ തോൽവി അല്ലെങ്കിൽ മട്ടന്നൂരിലെ പിന്നോട്ട് പോക്ക, തോൽവി എന്ന് സാങ്കേതികമായി പറയാനാവില്ല എങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ 500 വോട്ടിൽ താഴെ മാത്രം ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷം, അതായത് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത് KK ശൈലജ മട്ടന്നൂരിൽ നിന്നായിരുന്നു. അവിടെ നിന്നാണ് ശൈലജയെ മണ്ഡലം മാറ്റി മത്സരിപ്പിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത്. എങ്കിൽ ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ്, KK ശൈലജയ്ക്ക് ശേഷം പിന്നീട് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത വീണ ജോർജ് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അഭിമർക്കി പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റം ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് UDF തരംഗം വലിയ രീതിയിൽ വമ്പൻ മരങ്ങൾ പോലും കടമുഴകുന്നു. ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഏത് നേതാവിനെ പരിഗണിക്കണമെന്നതിൽ പോലും ഉറപ്പ് പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമോ? KN ബാലഗോപാലിന്റെ വിജയം ഒരു UDF തരംഗം ഉണ്ടായാൽ പോലും വളരെ പെട്ടെന്ന് നടക്കും. ഇതായിരുന്നു ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. പക്ഷേ അവിടെയും വെല്ലുവിളി ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം രാജീവിന്റെ കളമശ്ശേരിയിലെ സാധ്യതകൾ ഇപ്പോഴും തുലാസിലാണ്. അങ്ങനെ വമ്പൻ തിരിച്ചടികൾ ഉണ്ടാവുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ, CPM രാഷ്ട്രീയത്തിൽ, ഇടതു രാഷ്ട്രീയത്തിൽ വലിയ ധ്രുവീകരണ സാധ്യതകൾക്ക് പോലും ഇടവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി ഇത് മാറാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ പുതിയ മുഖങ്ങൾ ഉണ്ടാവേണ്ടി വരും. UDFനും പുതിയ താരോദയങ്ങൾ സംഭവിക്കും. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ CPIM നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ തലമുതിർന്ന പല നേതാക്കളും CPMന്റെ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പടിയിറങ്ങി എന്നുള്ളതായിരുന്നു. അതിൽ തന്നെ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി G സുധാകരനടക്കം മത്സരിക്കുകയും ഇപ്പോൾ വോട്ട് നിലയിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നു. കണ്ണൂരിലുണ്ടായ വിമത ശബ്ദം നമുക്കറിയാം. 2 റൗണ്ട് പിന്നിടുമ്പോൾ തളിപ്പറമ്പിൽ ഗോവിന്ദൻ